കഴിഞ്ഞ ദിവസം എനിക്ക് വയ്യാന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും അതിന് താഴെ വന്ന കമൻറ്റാണ് തീറ്റ കുറയ്ക്കാൻ. എന്താ പറയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തിന്നിട്ട് വന്ന അസുഖമല്ല, എന്താണ് സംഭവം എന്നറിയാതെയാണ് കുറേ എണ്ണം കയറി അങ്ങ് കമൻറ്റ് ചെയ്യുന്നത്. ഈ അസുഖം വന്നത് ഞാൻ കരുതി ഞാൻ ഇഷ്ടം പോലെ വെള്ളം കുടിക്കും കേട്ടോ. 2.5-3 ലിറ്ററോളം വെള്ളം, അത് പോരാങ്ങിട്ട് തണ്ണിമത്തനും അതും ഇതും ഒക്കെ അടിച്ച് കുടിക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയതാവുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചത് ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ റീസെൻ്റ്ലി എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നോ, പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു യെസ് ഡോക്ടർ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാവാം എന്നാണ് പറഞ്ഞത്. അതിന് മുന്നേ തന്നെ വേദയുടെ ഫ്രണ്ടിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് കിട്ടിയതാവാം. അത് അപ്പോഴറിയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് അത് വളർന്ന് വലുതായി പ്രസവിച്ച് കുട്ടികളൊക്കെ ആയിട്ടേ അറിയത്തുള്ളൂ എന്ന്. സത്യമാട്ടോ, 2 ആഴ്ച മുന്നെയാണ് നമ്മുടെ വസ്ത്രയ്ക്ക് വേണ്ടിയിട്ട് സാരി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് സേലത്ത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്തല്ലേ പറ്റുള്ളൂ, അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ പബ്ലിക് ടോയ്ലറ്റ്. അവിടുത്തെ വൃത്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിട്ടായിരിക്കും വൃത്തികേടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. അതുപോലെ നമ്മളിങ്ങനെയൊക്കെ യാത്ര പോകുമ്പോൾ നമുക്ക് ആ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചേ മതിയാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളും കൂടപ്പിറപ്പായിട്ട് കൊണ്ട് നടക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. ഇത്രയേറെ ട്രാവൽ ചെയ്തിട്ടും ഇപ്പോഴാദ്യമായിട്ടാണ് പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു പണി കിട്ടി ഞാൻ പെട്ടുപോകുന്നത് കേട്ടോ. പെട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു നടുവേദനയുണ്ടോ എൻ്റെ അമ്മോ. ഇത് ചീമയുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ലെങ്തി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ന്യൂ മോംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണാവുന്നതാണ്. ബേബിയുടെ ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്, ചീമയുടെ ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്, ബൈസ്റ്റാൻഡറായ എൻ്റെ അമ്മയുടെയും ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഡ്യൂ ഡേറ്റ് ഒക്കെ അടുത്തെത്താറായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാമൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബേബിയെ വെൽക്കം ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്നത്, യൂറിനറി ഇൻഫെക്ഷൻ. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വെള്ളം കുടിച്ചില്ലെങ്കിലും വരാം കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെ വന്നു എന്നായിരുന്നു എൻ്റെ സംശയം. പക്ഷേ ഇങ്ങനെ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ വരുമെന്നുള്ളത് സത്യമായിട്ടും ഇതെനിക്ക് പുതിയൊരു അറിവാണേ. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു കേട്ടോ, യൂറിൻ പാസ് ചെയ്യാണ്ട് പിടിച്ചു വെച്ചിരുന്നാലും ഇതുപോലെ വരുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ വന്നതല്ല, ഇത് പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ എന്ത് ചെയ്താലും വരും. അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എന്ത് അസുഖം വേണോ നമുക്ക് വരാമെന്നുള്ള ഒരു കരുതലോട് കൂടി നമ്മൾ യാത്ര ചെയ്യുക. എൻ്റെ അമ്മോ, ഒന്ന് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. പെട്ടു.